പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവരുടെ തുണി അയൺ ചെയ്യുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അവർ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉച്ചക്കുള്ള കഴിക്കുന്നു, വൈകിട്ടുള്ളത് കഴിക്കുന്നു, ഉറങ്ങാൻ പോകുന്ന ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇതിത്രയും കണ്ടുകൊണ്ട് ബെഡിലിരിക്കുന്നതാകുന്ന സഹോദരിയോ നേരം വെളുത്തിട്ട് പല്ല് പോലും തേച്ചിട്ടില്ല. ബാക്കിയുള്ളവരുടെ എല്ലാ ലൈന് പോകും കണ്ടുകൊണ്ടിരിക്കുക. ഇതല്ല ഇന്നത്തെ സമുദായം. എന്തെങ്കിലും ഗുണമുള്ളത് കാണുന്നുണ്ടോ? ഒരു വെക്കേഷൻ പീരീഡ് മുഴുവൻ തീരാറായി, ഏപ്രിൽ മാസം മുഴുവൻ തീർന്നു. മക്കൾക്ക് എന്തെങ്കിലും നന്മ പഠിപ്പിച്ചിട്ടുണ്ടോ? ഭൗതികമോ അഭൗതികമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നീന്തൽ പരിശീലിപ്പിക്കാൻ മക്കളെ വിടാമായിരുന്നു. 1 മണിക്കൂർ സമയം അതിന് വിടാം. അല്ലിമു ഔലാദകും അസ്സിബാഹ, നിങ്ങളുടെ മക്കളെ നീന്തൽ പരിശീലനം കൊടുക്കണേ. മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്തോ? നമ്മൾ കൊടുത്തില്ല. മക്കൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാം, സ്പോക്കൺ അറബിക്ക് പഠിപ്പിക്കാം, മറ്റേതെങ്കിലും ഭാഷകൾ മക്കളെ പഠിപ്പിക്കാം. 20 ദിവസം കൊണ്ട് 15 കോടികളിലൂടെ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് 20 കോടികളിലൂടെ നിങ്ങൾ 3000 രൂപ നൽകിയാൽ നിങ്ങളെ ഞങ്ങൾ മനോഹരമായി ഭാഷ പഠിപ്പിക്കാമെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ കടന്നു വരുന്ന യുഗത്തിൽ 1 മണിക്കൂർ സമയം ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ മക്കളെ അറബിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിനും മറ്റു ഭാഷകളിലും പരിജ്ഞാനം ഉണ്ടാക്കാൻ ഈ വെക്കേഷൻ സമയം നമുക്ക് ഉപയോഗമായിരുന്നു. എത്ര പേര് വിട്ടു? നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കൽ ഏറ്റവും വലിയ കൂലിയാണ്, ഏറ്റവും നല്ല ആനന്ദം കിട്ടുന്ന പണിയാണ്. നബിതങ്ങൾ പഠിപ്പിച്ചു. തയ്യൽ പരിശീലനം 1 മണിക്കൂർ വിട്, കുട്ടികൾ പോയി നല്ലപോലെ തയ്യൽ പഠിക്കട്ടെ. 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കളെയൊക്കെ വീട്ടിനുള്ളിൽ വിളിച്ചിരുത്തിയിട്ട് പെൺമക്കൾക്ക് മൊബൈൽ മാറ്റിയിട്ട് സ്ക്രീനിന്റെ ലോകത്ത് നിന്ന് ഒഴിവാക്കി ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും 24 മണിക്കൂറും കെട്ടി മറിയുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അടുക്കളയിൽ കയറ്റിയിട്ട് പാചകം പഠിപ്പിക്കുക. ഉമ്മ പഠിപ്പിച്ചു കൊടുക്ക്, ഉമ്മയുടെ സ്പെഷ്യൽ കറികൾ പഠിപ്പിച്ചു കൊടുക്ക്, ചിക്കൻ കറി വെക്കുന്നത്, മട്ടൻ കറി വെക്കുന്നത്, കുട്ടൻ കറി വെക്കുന്നത് എല്ലാം പഠിപ്പിച്ചു കൊടുക്ക്. ഒരു കട്ടൻ ചായ ഇടാൻ പോലും അറിയില്ല. ഇതിനൊക്കെ നമ്മൾ നന്നാവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ പരിജ്ഞാനം കൊടുക്കേണ്ട സമയമാണ് ഈ വെക്കേഷൻ സമയം. ഞാൻ പറയുന്നു, ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഭൗതിക അല്ലെങ്കിൽ അഭൗതികമാകുന്ന നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ മക്കളുടെ ഈ സമയങ്ങളെ വിനിയോഗിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരെ ചേർത്തിരിച്ച് ദിക്ർ ചെല്ലണം, അവരോട് ഒന്നിച്ച് നിസ്കരിക്കണം, അവരുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് ഇശാമരുകളും യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയും ഒക്കെ ഓതണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയത നിറയും. ഒരുമിച്ചിരുന്നു കൊണ്ട് മജ്‌ലിസുൻ നൂറിൽ പങ്കെടുക്കണം, വാദിന്റെ മജ്‌ലിസുകളിലേക്ക് ഒരുമിച്ച് പോകണം. അങ്ങനെ ഒരു ശൈലി നമുക്കൊരു 20 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാവരും സിനിമയുടെ ലോകത്ത്, സീരിയൽ ലോകത്ത്, അശ്ലീല ലോകത്ത് വിഹരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരു പിടുത്തം നമുക്ക് വരും, സാമ്പത്തികമായിട്ടുള്ള ഒരു പിടുത്തം നമുക്കുണ്ടാകും. കുടുംബത്തിൽ ഒരാൾക്ക് മാരകമാകുന്ന രോഗങ്ങൾ വരുന്ന ഒരു പിടുത്തം, അതൊരു പക്ഷേ ക്യാൻസർ ആകാം, 2 കിഡ്നിയും തകർന്ന് മാരകമാകുന്ന രോഗങ്ങളിലേക്ക് അകപ്പെടുന്ന ഒരു യുഗത്തിലേക്കാകാം. അത്തരത്തിലുള്ള വിപത്തുകൾ വരുന്നതിന് മുമ്പ് പടച്ചറപ്പിനോട് നന്ദി പ്രകാശിപ്പിച്ച് മാന്യമായി നിലകൊണ്ടോ അതിനെ സഹായിക്കുന്നവളാകണം ഭാര്യ. നിങ്ങളുടെ ദീനിൽ സഹായിക്കുന്ന ഭാര്യ നിങ്ങൾക്കുണ്ടോ, ദുനിയാവിലെ 4ാമത്തെ നിധി നിങ്ങൾ എത്തിച്ചു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരു കാര്യം കൂടി ചോദിക്കാൻ, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു ജനറേറ്റർ വേണം ഇൻഷാ അല്ലാഹ്.